വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകും. 24-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സിനിമയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രതിഭയുള്ളവർക്ക് ഇതിലേക്ക് പ്രവേശിക്കുവാനും ഇതിൽ പ്രവർത്തിക്കാനും സാധ്യമാകുന്ന രീതിയിൽ ഈ ലോകത്തെക്കുറിച്ച്, സിനിമാ ലോകത്തെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പ്രാവർത്തികമായി എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചില ടിപ്സുകൾ പറയുകയും ചെയ്യുന്ന ഒരു പരമ്പരയാണിത്. അപ്പോൾ ഇതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതിൽ ഓരോ വിഭാഗങ്ങളിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പരമ്പരകൾ കാണുക. കഥയോ തിരക്കഥയോ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഇതിനു മുന്നേ ഉള്ള പരമ്പരകളും ഇതിനെ മുന്നേ ഉള്ള ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക. അത് ഉപകാരപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് താല്പര്യമുള്ളവർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്രമുറങ്ങുന്ന വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവിടെ നിന്ന് പ്രോജ്വലിക്കുന്ന വെളിച്ചം നമ്മൾ പുതിയൊരു ലോകത്തിലേക്കല്ല, അതേ പുതിയ ചരിത്ര വിജ്ഞാനത്തിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ ചരിത്രവിജ്ഞാനീയ താല്പര്യമുള്ളവർക്കും ഈ പരമ്പരയിലെ എപ്പിസോഡുകൾ കണ്ടുപോകാവുന്നതാണ്. മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, ചരിത്രത്തിലെ മുഹൂർത്തങ്ങളെക്കുറിച്ച് പറയുന്നു, ഓർമ്മിക്കപ്പെടേണ്ട ചരിത്ര വസ്തുതകളെ നമ്മൾ എടുത്തറിയിക്കുന്നു. ഓരോ വരവിനെക്കുറിച്ചും കഥാപാത്രമായാലും അഭിനേതാക്കളായാലും സംവിധായകനായാലും അതേപോലെ തിരക്കഥാകൃത്തുക്കളായാലും എങ്ങനെയാണ് അവരുടെ വരവുണ്ടായതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ പരമ്പരയിലൂടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയാൻ കൂടി നന്നായിരിക്കും. ആദ്യമായാണ് ഈ പരമ്പര കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഉപകാരപ്രദമായിരിക്കും. കഴിഞ്ഞ ഭാഗത്തിൽ 1956 ചരിത്രമാണ് പറഞ്ഞു വന്നത്. 56 ആത്മാർപ്പണം, അവരുണരുന്നു, മന്ത്രവാദി എന്നീ ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. 1957 മലയാള സിനിമയിൽ 7 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. അച്ഛനും മകനും, ദേവസുന്ദരി, ജയിൽ പുള്ളി, മിന്നാമിനുങ്ങ്, മിന്നുന്നതെല്ലാം പൊന്നല്ല, പാടാത്ത പൈങ്കിളി, തസ്കര വീരൻ എന്നിവയാണ് ആ ചിത്രങ്ങൾ. ഇതിൽ മിന്നാമിനുങ്ങിന് ചില പ്രത്യേകതകളുണ്ട്. രാമു കാര്യട്ടാണ് മിന്നാമിനുങ്ങ് സംവിധാനം ചെയ്തത്. ആ മിന്നാമിനുങ്ങിലൂടെയാണ് സുകുമാരി എന്ന നടി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതേപോലെ തന്നെ കോഞ്ഞിക്കര റാഫി, KSK തളിക്കുളം എന്നീ സാഹിത്യകാരന്മാരും മിന്നാമിനുങ്ങിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പാടാത്ത പൈങ്കിളി ജനപ്രിയ സാഹിത്യകാരനായ മുട്ടത്ത് വർക്കിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു. നോവൽ പ്രചാരമായതുപോലെ തന്നെ സിനിമയും വളരെയേറെ ഹിറ്റായി കടന്നുപോയി എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അതേസമയം തസ്കര വീരൻ, മലൈക്കള്ളൻ എന്ന പേരിൽ MG രാമചന്ദ്രൻ അഭിനയിച്ച തമിഴിലെ ഹിറ്റ് സിനിമയാണ് പിന്നീട് പക്ഷിരാജ സ്റ്റുഡിയോ തസ്കര വീരൻ സിനിമയാക്കി മാറ്റിയത്. തലൈക്കള്ളൻ ഹിറ്റായിരുന്നു, ഇതും ഹിറ്റായി. മലൈക്കള്ളനെ പോലെ തന്നെ ഈ പറയുന്ന തസ്കര വീരനും ഹിറ്റായ സിനിമയായി മാറി. 1958 ആകുമ്പോഴേക്കും സിനിമാ വ്യവസായം പുഷ്കലമാകുകയല്ല, പകരം ഒന്ന് മന്ദീഭവിക്കുകയാണ് ഉണ്ടായത്. കാരണം ആ വർഷം 4 ചിത്രങ്ങൾ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. മറിയക്കുട്ടി, ലില്ലി, നായര് പിടിച്ച പുലിവാല്, രണ്ടിടങ്ങഴി എന്നിവയൊക്കെയായിരുന്നു ആ ചിത്രങ്ങൾ. ഇതിൽ പ്രമേയത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് നായര് പിടിച്ച പുലിവാലും രണ്ടിടങ്ങഴിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ഇങ്ങനെ സിനിമാ ചരിത്രം നീങ്ങുകയാണ്. ഈ സിനിമാ ചരിത്രത്തോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പാട്ടെഴുത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇന്നും ഗുരുസ്ഥാനീയനായി കാണുന്ന മലയാളത്തിലെ പാട്ടെഴുത്തുകാരനാണ് വയലാർ രാമവർമ്മയെ ഓർക്കാതെ പറയാതെ പാട്ടെഴുത്തിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ വയ്യ. വയലാർ, P. ഭാസ്കരൻ,
ശ്രീകുമാരൻ തമ്പി, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തുടങ്ങി എത്രയോ പേർ, യൂസഫ് അലി കേച്ചേരിയുടെ പിൽക്കാലത്ത് ഇഷ്ടംപോലെ പേര് പാട്ടെഴുതിയിട്ടുണ്ട്. ഇതിൽ ഇവരുടെ പാട്ടെഴുത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഇപ്പോൾ ഉള്ള പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതറിയുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ പാട്ടെഴുതാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. വയലാർ പലപ്പോഴും പ്രകൃതിയും തത്വചിന്തയും ഒക്കെ കൂട്ടിയിണക്കിയാണ് പാട്ടുകൾ എഴുതിയിരുന്നത്. കഴിഞ്ഞ തവണ ചരണത്തിൻ്റെയും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. അക്കാര്യം നിൽക്കട്ടെ, അത് നമ്മളിനി അതിൻ്റെ ടെക്നിക്കൽ വശമാണ്. അത് സംഗീതം ചെയ്യുന്ന BGM കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞത്. അത് നമുക്ക് ഇനിയും വരും, കാരണം സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വീണ്ടും പറയേണ്ടി വരും. പാട്ട് തന്നെ സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാം. പക്ഷേ അത് വ്യവസായികമായി കുറേ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾക്ക്, മൊണ്ടാഷ് പോലുള്ള കാര്യങ്ങൾക്കും പാട്ട് വേണമെന്ന് നമ്മൾ നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചു. ഇവിടെ വയലാറിൻ്റെ ഗാനങ്ങൾ തത്വചിന്തയാണ്. പലപ്പോഴും തത്വചിന്ത പാട്ടിലെ ഒരു ഉള്ളടക്കം ആക്കി വയ്ക്കുകയും അത് മനോഹരമായി പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളെ മനസ്സിലാക്കിച്ച് തരികയും ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പാട്ടുകൾ എഴുതിയിരുന്നത്. എന്നാൽ P. ഭാസ്കരനാവട്ടെ മലയാള തനിമയെ പ്രകൃതിയുമായിട്ട് ചേർത്താണ് P. ഭാസ്കരൻ്റെ പാട്ടുകൾ. ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, വ്യത്യസ്തയുള്ള പാട്ടുകൾ കാണാം. ഭൂരിഭാഗമുള്ള ഈ പാട്ടിൻ്റെ ഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1000-ലേറെ പാട്ടുകൾ വയലാറ് പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രണയം ഒറ്റ ഭാവമാണെങ്കിലും ഒറ്റ വികാരമാണെങ്കിലും അതിന് വ്യത്യസ്ത ഭാവങ്ങൾ കൊടുക്കാൻ വയലാറിന് കഴിയും. ആ വ്യത്യസ്ത ഭാവങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അത് തത്വചിന്ത ചേർക്കാൻ കഴിയും. പ്രകൃതിയെക്കുറിച്ച് എഴുതുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് എഴുതുമ്പോൾ, കാലഘട്ടത്തെക്കുറിച്ച് എഴുതുമ്പോൾ, ആ സാഹചര്യത്തെക്കുറിച്ചും മുഹൂർത്തത്തെക്കുറിച്ചും എഴുതുമ്പോഴും ഒക്കെ തത്വചിന്ത കലർത്തിയാണ് വയലാർ എഴുതിയതെങ്കിൽ പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇഴുകിയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഭാസ്കരൻ മാഷ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ ശ്രീകുമാരൻ നമ്പി ആവട്ടെ ലാവണ്യമായ മലയാള ഭാഷയെ അതിൻ്റെ ലാവണ്യ ഭൂമികയിലൂടെ കടത്തിവിടുകയും സൗന്ദര്യാത്മകമായി മറ്റൊരു വശം നമ്മളെ കാണിച്ചു തരികയും ചെയ്തു. മങ്കൊമ്പും സൗന്ദര്യത്തെ വളരെയേറെ നമ്മളെ കാണിച്ചു തന്ന പാട്ടെഴുത്തുകാരനാണ്. കവിതയ്ക്ക് മുമ്പ് പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. പാട്ട് കെട്ടുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രീകുമാരൻ നമ്പിയും മങ്കൊമ്പും ഒക്കെ ഇതേപോലെ തന്നെ പാട്ടെഴുത്തിന് വ്യത്യസ്ത രീതികൾ സ്വീകരിച്ചവരാണ്. പിന്നീട് ഇതേ കാര്യത്തിൽ നമ്മൾ ഭാസ്കരൻ മാഷ് പ്രകൃതിയുമായി ചേരുന്നതുപോലെ തന്നെ പിന്നീട് രമേശൻ നായർ ഈ രംഗത്തേക്ക് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി സിനിമയിൽ. അതേപോലെ ഗിരീഷ് പുത്തഞ്ചേരിയും അതിന് മറ്റൊരു മാനം നൽകി. സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനവും പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ ഈ ഗാനങ്ങളൊക്കെ വെറുതെ ഒന്ന് ഓർത്തു നോക്കുക. ഇതൊക്കെ പ്രത്യേകത നിറഞ്ഞതാണ്. പ്രകൃതിയെ എങ്ങനെയൊക്കെ കാണാൻ കഴിയും, ഏത് രീതിയിലാണ് അതിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക. ഒരു കവി പ്രകൃതിയെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രതിബിംബങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവർ ചെയ്തത്. തത്വചിന്തപരമായ ഗാനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതേ സമയം തന്നെ അർത്ഥശൂന്യതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സ്നേഹദാരിദ്ര്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. പ്രകൃതിയെക്കുറിച്ച് പാടിയപ്പോൾ ഈ സുന്ദരസുരഭിലമായ ഈ ഭൂമിയെക്കുറിച്ചും ജീവിതത്തിൻ്റെ ഭാവുകത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. അതേസമയം തന്നെ പ്രകൃതിയും സ്ത്രീയെയും കൂടി ചേർത്തപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അഭൗമികമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ ഇവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ വ്യത്യസ്ത ഭാവങ്ങളിൽ അവർ എഴുതിയ ഗാനങ്ങൾ വ്യത്യസ്ത വികാരങ്ങൾ, അനുഭൂതികൾ നമ്മളിൽ സൃഷ്ടിച്ചു. അനുഭവങ്ങളിൽ നിന്ന് അനുഭൂതിയിലേക്ക് ഇവർ നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വായിക്കുക എന്ന അനുഭവം അല്ലെങ്കിൽ കേൾക്കുക എന്ന അനുഭവം, അതിൽ നിന്ന് അനുഭൂതിയിലേക്കാണ് എത്തിക്കുക. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് പറയാം. മധുരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. മധുരം അനുഭവിച്ചറിയണം. ഈ ഗാനങ്ങൾ കേട്ട് നമ്മൾ അനുഭവിച്ചറിയുകയാണ് ചെയ്തത്. ഗാനങ്ങളുടെ രീതി മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സിനിമയ്ക്ക് ഗാനം തന്നെ വേണോ എന്ന് സംശയമായി. അന്നത്തെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത, ഗാനം എടുത്തു മാറ്റിയാലും അതിന് പ്രത്യേക വ്യക്തിത്വമുണ്ടായിരുന്നു. സിനിമയില്ലെങ്കിൽ പോലും ആ ഗാനം കേട്ടാൽ നമ്മൾ കേട്ടിരിക്കും. ഇന്ന് സിനിമയോടും ചേർന്നാൽ മാത്രമേ ആ ഗാനത്തിന് പ്രസക്തിയുള്ളൂ.
ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രകൃതിയായിട്ട് അലൈൻ ചെയ്ത രണ്ട് ഗാനത്തെ സൂചിപ്പിച്ച് ഞാൻ നോക്കൂ. മറ്റൊരു ഗാനം ഇതാണ്. ഒന്നാം വട്ടം കണ്ടപ്പോൾ ടിങ്കിടി ടിങ്ടാണ്ടം. എന്താണ് ഈ ടിങ്കിടി ടിങ്ടാണ്ടം എന്ന് ചോദിച്ചാൽ ഗിരീഷ് പുത്തഞ്ചേരി തന്നെ അന്ന് മറുപടി പറഞ്ഞു, അത് ആ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമാണ്. ശരിയായിരിക്കാം. ആ സിനിമയിൽ അപ്പോൾ കിട്ടുന്ന അർത്ഥം മാത്രമേ അത്തരം പാട്ടുകൾക്കും ഉള്ളൂ. അത്തരം പാട്ടുകളായി കാര്യങ്ങൾ മാറി. ഇപ്പോൾ സിനിമയിൽ ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ആ ഗാനത്തിന് അപ്പോൾ ഉള്ള സൗന്ദര്യം കിട്ടും. അത് വരികളേക്കാൾ കൂടുതൽ സംഗീത സാന്ദ്രമായി, അതും കൂടുതൽ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങൾ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ എത്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ തുടങ്ങി. മുൻപുള്ള ഗാനങ്ങൾ നമ്മുടെ മനസ്സിനെ ചലിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഉള്ള പല ഗാനങ്ങളും ശരീരത്തെയാണ് തുള്ളിക്കളിപ്പിക്കുന്നത്, മനസ്സിനെ അല്ല. വേറെ ചുരുക്കം ചില ഗാനങ്ങളുണ്ട് മനസ്സിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, മരണമെത്തുമ്പോൾ നീ എന്നെ അരികത്തിരിക്കണം എന്നുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കാലത്തെയും ഗാനങ്ങൾ തന്നെയാണ്. അതിന് സ്വന്തമായ വ്യക്തിത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും നോക്കി റിയാലിറ്റി ഷോകളിൽ പുതിയ ഗാനങ്ങളല്ല ആരും പാടുന്നത്, പഴയ ഗാനങ്ങളാണ്. കാരണം അതിന് സ്വതന്ത്ര വ്യക്തിത്വമുണ്ട്, അതിന് വേറൊരു അനുഭൂതി സിനിമ ഇല്ലെങ്കിൽ പോലും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ ഏത് കാര്യത്തിനും എന്ത് പറയുമ്പോഴും അതിന് ലോജിക്ക് ഉണ്ടാവണം. അതിന് ലോജിക്കില്ലാതെ പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നാണ് പറയാറ്. എന്നാൽ ഇന്ന് ഗാനങ്ങളിൽ ലോജിക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കുറേ ചില ഗാനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുകയും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കുന്ന കാലമാണ്. പൂമരം കൊണ്ട് എവിടെ കപ്പലുണ്ടാക്കാൻ പറ്റുക? കപ്പലെങ്ങനെയാണ് നമ്മൾ പങ്കായം കൊണ്ട് തുഴയുക? എവിടെയാണ് ഇതിൻ്റെ ലോജിക്ക്? എന്നാലും നമ്മളത് ആസ്വദിച്ചു, അത് ഹിറ്റായി. അതിൻ്റെ സംഗീതമായിരുന്നു, അതിൻ്റെ ശബ്ദ സൗന്ദര്യമായിരുന്നു, അങ്ങനെ പലതുമായിരുന്നിരിക്കാം. പക്ഷേ വരികളെടുത്ത് മാറ്റി നോക്കുമ്പോൾ നമുക്കിങ്ങനെ ശ്രദ്ധിക്കേണ്ടതായി വരും. രാക്ഷസി രാക്ഷസി നമ്മൾ കേട്ട് ഒരു കാലത്ത് യുവജനങ്ങൾ പാടിക്കൊണ്ട് നടന്ന പാട്ടാണ്. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പാടിയതായിരിക്കാം. എന്തോ ആവട്ടെ, അവിടെയൊക്കെ ലോജിക്കില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ വരികളുടെ ലാവണ്യത നഷ്ടപ്പെടുന്നു, ശയ്യാഗുണം നഷ്ടപ്പെടുന്നു, മ്യൂസിക്കിൽ അത് മറച്ചു വയ്ക്കുന്നു. ഡാഡി മമ്മി വീട്ടിലില്ല, ഈ ഗാനങ്ങളൊക്കെ ഹിറ്റായ ഗാനങ്ങളാണ്, ഈ കാലഘട്ടത്തിൽ തന്നെ ഹിറ്റായ ഗാനങ്ങളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സിനിമയിൽ ഗാനങ്ങൾ എഴുതുമ്പോൾ ഇതുപോലെ ലോജിക്കില്ലാത്ത ഗാനം എഴുതണം എന്നല്ല, ലോജിക്കുള്ളതാണോ ഇല്ലയോ എന്നുള്ളതല്ല, പകരം സിനിമയോട് ഒട്ടു നിൽക്കുമ്പോൾ അതിന് അർത്ഥവ്യാപ്തി വരുന്ന ഗാനങ്ങളാണ് എഴുതേണ്ടത്. അതിനാണ് ഈ കാലഘട്ടത്തിൽ സിനിമ പോകുന്നത്. അങ്ങനെ ആ സിനിമയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമുള്ള ഗാനങ്ങൾ എഴുതുമ്പോൾ പ്രസക്തിയുള്ള ഗാനവും പിൽക്കാലത്ത് നിൽക്കേണ്ട ഗാനവുമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ അകത്ത് ചില പ്രതിഭയുടെ സ്പാർക്കുകൾ കൂടി ഇടേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാലഘട്ടത്തെ, അല്ലെങ്കിൽ കടന്നു വന്ന കാലഘട്ടത്തിലെ സിനിമാ പാട്ടെഴുത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ പാട്ടെഴുതാൻ തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ, അതിന് ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം.